ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജെനീസ് കിച്ചൺ. നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്ന ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ലഡു റെസിപ്പിയാണ്. അതും നമ്മുടെ വീട്ടിലുള്ള വെറും 2 സാധനങ്ങൾ ഉപയോഗിച്ച് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പോകുന്ന സൂപ്പർ ടേസ്റ്റി ലഡുവാണ്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാൻ ആരും മറന്നു പോകരുതേ. എന്നാൽ ഒട്ടും താമസിപ്പിക്കാൻ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഒരു മുറി തേങ്ങയും 1/2 കപ്പ് ശർക്കരയും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ലഡു റെസിപ്പി തയ്യാറാക്കാൻ സാധിക്കും. ഞാനിപ്പോൾ തേങ്ങ ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ആ പുറകിലത്തെ കറുത്ത സാധനം ഞാൻ ഇതിനകത്ത് ഉപയോഗിക്കുന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമുക്ക് നമ്മുടെ തേങ്ങ മിക്സർ ജാറിലിട്ട് ചെറുതായിട്ടൊന്ന് കറക്കിയെടുക്കാം. ഒരുപാട് അരച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് കറക്കിയെടുത്താൽ മാത്രം മതി. നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഞാനിപ്പോൾ നമ്മുടെ തേങ്ങ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ അറിയാം, ഞാനിപ്പോൾ നല്ലപോലെ പേസ്റ്റ് പോലെ ഒന്നും അരച്ചെടുത്തിട്ടില്ല, ചെറുതായിട്ട് മിക്സർ ജാറി ഒന്ന് കറക്കി എടുത്തിട്ടുള്ളൂ. ഞാൻ ഇതുപോലത്തെ ഒരു ബൗളിൽ അളന്ന് നോക്കിയായിരുന്നു. അപ്പോൾ ഒരു 2 കപ്പ് തേങ്ങ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ശർക്കര എടുക്കുമ്പോഴേക്കും ഇതുപോലത്തെ കപ്പിൽ തന്നെ അളന്നെടുക്കണം. ഈ 2 കപ്പ് തേങ്ങയ്ക്ക് ഒരു 1/2 കപ്പ് ശർക്കര മാത്രമേ ഞാൻ ഉപയോഗിക്കുന്നുള്ളൂ. ഇനി നമുക്ക് ഈ തേങ്ങ ഒന്ന് ലൈറ്റായിട്ട് വറുത്തെടുക്കാം. ഞാനിപ്പോൾ നമ്മുടെ തേങ്ങ ഇവിടെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. തേങ്ങ ഒരു വറുത്ത വീഡിയോ കിട്ടിയില്ല, അതുകൊണ്ടാണ് ഇതിൽ ഉൾപ്പെടുത്താത്തത്. ഈ രീതിക്ക് വേണം നിങ്ങൾ തേങ്ങ വറുത്തെടുക്കാൻ. ഇനി നമുക്ക് നമ്മുടെ തേങ്ങ തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. തേങ്ങ നന്നായി ഒന്ന് തണുത്ത് വരട്ടെ. ഈ സമയത്ത് നമുക്ക് ശർക്കരപ്പാനി തയ്യാറാക്കാം. ശർക്കരപ്പാനി തയ്യാറാക്കാൻ വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് ശർക്കര ചേർത്ത് കൊടുക്കാം. 2 കപ്പ് തേങ്ങയ്ക്ക് 1/2 കപ്പ് ശർക്കര കറക്റ്റ് അളവായിരിക്കും. അതേ ബൗളിൽ തന്നെ ഒരു 1/4 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. ശർക്കരയെ വെള്ളത്തിൽ കിടന്ന് നന്നായിട്ടൊന്ന് അലിയിച്ചെടുക്കാം. ഇപ്പൊ നമ്മുടെ ശർക്കര നന്നായി അലിഞ്ഞു വന്നിട്ടുണ്ട്. ഇതിപ്പോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു ഫ്രൈ പാനിലേക്ക് അരിച്ചെടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ശർക്കരയിൽ വല്ല കരടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറി കിട്ടും. ഞാനിപ്പോൾ ഇത് നന്നായി അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് അടുപ്പത്ത് വെച്ച് ഒരു നൂൽപാകത്തിന് റെഡിയാക്കി എടുക്കാം. ഈ ഒരു സമയത്ത് തീ ഒരു മീഡിയം ഫ്ലെയിമിലായിരിക്കണം. ഇപ്പൊ ഇത് നന്നായി തിളച്ചു വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കുക. ഏലക്കപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു വാസനയും സൂപ്പർ ടേസ്റ്റും കിട്ടും. ഇപ്പതേ നമ്മുടെ ശർക്കരപ്പാനി ഒരു നൂൽപാകത്തിന് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് തീ ലോ ഫ്ലെയിമിലായിരിക്കണം. ഇതുപോലെ ശർക്കരപ്പാനിയുടെ എല്ലാ ഭാഗത്തും തേങ്ങ എത്തുന്ന രീതിക്ക് നമുക്ക് ചെയ്തെടുക്കാം. തേങ്ങ നമ്മൾ വറുത്തിട്ട് ചേർക്കുന്നതുകൊണ്ട് അടിപൊളിയായിരിക്കും ലഡു തയ്യാറാക്കുമ്പോൾ. ഞാനിപ്പോൾ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 4 കശുവണ്ടിപ്പരിപ്പ് ചെറുതായി അരിഞ്ഞതും 1 ടീസ്പൂൺ നെയ്യും ചേർത്ത് കൊടുക്കുക. നെയ്യുടെയൊക്കെ ഒരു മണം വരുമ്പോൾ സൂപ്പർ ആയിരിക്കും, പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അതുപോലെ രുചിയായിരിക്കും. അതുപോലെ തന്നെ ലഡു കഴിക്കുമ്പോൾ കശുവണ്ടിയൊക്കെ ഇടയ്ക്ക് കഴിക്കാൻ കിട്ടുമ്പോഴും സൂപ്പർ ആയിരിക്കും. ഇനി നമുക്ക് സ്റ്റൗ ഓഫാക്കി ഇത് ലൈറ്റായിട്ട് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഒത്തിരി തണുക്കേണ്ട ആവശ്യമില്ല, ചെറുതായൊന്ന് ചൂടുമാറി കിട്ടിയാൽ മാത്രം മതി. ഇതിപ്പോ ചൂടുമാറി വന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് പ്രേശയെടുത്ത് ലഡുവിന്റെ ഷേപ്പിൽ നമുക്ക് ഉരുട്ടിയെടുക്കാം. ഞാൻ പറഞ്ഞ അളവിൽ തന്നെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലഡു ഉരുട്ടിയെടുക്കാൻ ഈസി ആയിരിക്കും. നമുക്കിനി ഓരോന്നായിട്ട് ഉരുട്ടിയെടുക്കാം. തേങ്ങയും ശർക്കരയും ഉണ്ടെങ്കിൽ വീട്ടിൽ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയ അടിപൊളി സ്വീറ്റ് റെസിപ്പിയാണിത്. ഒരു പ്രാവശ്യം ഇത് നിങ്ങളുടെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയാൽ പിന്നെയും ഉണ്ടാക്കാൻ തോന്നും. അത്രയ്ക്ക് രുചിയാണ്. കുട്ടികൾക്കെല്ലാം ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്ത വീഡിയോയിൽ പുതിയൊരു റെസിപ്പിയുമായി കാണാം. താങ്ക് യു.